കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്ന് കാണാതായ 13-കാരിയെ ബംഗളൂരുവിൽ കണ്ടെത്തി. കർണാടക പോലീസാണ് പെൺകുട്ടിയെയും ഒപ്പമുണ്ടായിരുന്ന യുവാവിനെയും കണ്ടെത്തിയത്. ഇവരെ നാട്ടിലെത്തിക്കാൻ താമരശ്ശേരി പോലീസ് ബംഗളൂരുവിലേക്ക് പുറപ്പെട്ടു. കഴിഞ്ഞ 11-ാം തീയതിയാണ് പെൺകുട്ടിയെ കാണാതായത്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. പെൺകുട്ടിയുടെയും യുവാവിന്റെയും ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. കഴിഞ്ഞ 11-ാം തീയതിയാണ് താമരശ്ശേരിയിൽ നിന്ന് ഈ 13-കാരിയായ പെൺകുട്ടിയെ കാണാതായത്. ഇപ്പോൾ ബംഗളൂരുവിൽ ഇവരെ കണ്ടെത്തിയെന്നാണ് വിവരങ്ങൾ. അനീഷ് വിവരങ്ങൾ നൽകും. അനീഷ്, 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. ഇവരെ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് കിട്ടുന്നത്? ഷീജ, ബംഗളൂരുവിൽ നിന്നാണ് ഈ പെൺകുട്ടിയെയും യുവാവിനെയും കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 11-ാം തീയതിയായിരുന്നു ഇവരെ കാണാതായത്. ഇതിനുശേഷം താമരശ്ശേരി പോലീസിൽ കുടുംബം പരാതി നൽകുകയും ചെയ്തു. തുടർന്ന് പോലീസ് ഈ കുട്ടിക്കും യുവാവിനും വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി നടത്തുകയായിരുന്നു. പക്ഷേ അവരെക്കുറിച്ച് ആദ്യ ദിനങ്ങളിൽ കാര്യമായ ഒരു വിവരമുണ്ടായില്ല. പിന്നീട് 14-ന് തൃശൂരിൽ വെച്ച് ഇവരുടെ CCTV ദൃശ്യം പുറത്തു വന്നു. അതായത് തൃശൂരിലൊരു ലോഡ്ജിൽ മുറിയെടുക്കാനായി എത്തിയതായിരുന്നു. പക്ഷേ പെൺകുട്ടിയുടെ തിരിച്ചറിയൽ രേഖകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ മുറി നൽകാൻ ഉടമ വിസമ്മതിച്ചു. തുടർന്നാണ് ഇരുവരും അവിടെ നിന്നും അപ്രത്യക്ഷമായത്. തൃശൂർ കേന്ദ്രീകരിച്ചൊക്കെ പിന്നീട് തെരച്ചിൽ നടത്തിയെങ്കിലും കാര്യമായ ഒരു പുരോഗതി അക്കാര്യത്തിൽ ഉണ്ടായില്ല. അതിനുശേഷമാണ് ബംഗളൂരു പോലീസ്, അതായത് കർണാടക പോലീസ് താമരശ്ശേരി പോലീസിനെ ബന്ധപ്പെടുകയും ഇത്തരത്തിൽ ഈ താമരശ്ശേരിയിൽ നിന്നും കാണാതായ കുട്ടിയെ ഒരു യുവാവിനോടൊപ്പം അവിടെ നിന്നും കണ്ടെത്തിയെന്ന് അറിയിക്കുകയും ചെയ്തു. ഇത് തുടർന്ന് ഈ ഫോട്ടോയും മറ്റു വീഡിയോയും ഒക്കെ അയച്ചു കൊടുത്ത് ഇത് താമരശ്ശേരിയിൽ നിന്നും പോയ കുട്ടിയും യുവാവും തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ താമരശ്ശേരി പോലീസ് ബംഗളൂരുവിലേക്ക് പോയിട്ടുണ്ട്. അവിടുത്തെ നിയമ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അവരുമായി കേരളത്തിലേക്ക് മടങ്ങിയെത്തും. ഈ പെൺകുട്ടിയുടെ ഒരു ബന്ധു കൂടിയാണ് യുവാവ്. ഇയാൾക്കെതിരെ നേരത്തെ ഒരു പോക്സോ കേസും നിലവിലുണ്ട്. എന്തായാലും എന്താണ് ഇത്തരത്തിൽ ഈ ഒളിച്ചോട്ടത്തിലേക്ക് അല്ലെങ്കിൽ ഈ കാണാതാകലിലേക്ക് നയിച്ച ഒരു സാഹചര്യം എന്നതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വൈകാതെ കേരളത്തിലേക്ക് ഈ കുട്ടിയെയും യുവാവിനെയും എത്തിക്കും. ഷീജ, അനീഷാണ് വിവരങ്ങൾ നൽകിയത്.